കുട്ടികളെ, ഈ ചിത്രം എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. ഇതൊരു കാടിന്റെ ചിത്രമാണ്. ഇവിടെ ഒരു വലിയ ആനയും മറ്റ് മൃഗങ്ങളും നിൽക്കുന്നത് കാണാം. ആനയുടെ മുഖം നോക്കൂ. അത് സന്തോഷത്തിലാണോ? അല്ലല്ലോ. ആനയ്ക്ക് നല്ല വിഷമമുണ്ട്. ആന പറയുന്നത് എന്താണെന്ന് കേൾക്കാം. കൂട്ടുകാരെ, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല. കുട്ടികൾ വിശന്നു കരയുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. കാട്ടിൽ മുമ്പ് ധാരാളം മരങ്ങളും ചെടികളും പഴങ്ങളും ഇലകളും ഉണ്ടായിരുന്നു. അവയാണ് മൃഗങ്ങളുടെ ഭക്ഷണം. പക്ഷേ ഇപ്പോൾ കാട്ടിൽ ഭക്ഷണം കുറവായി. അതുകൊണ്ട് ആനയ്ക്കും മറ്റു മൃഗങ്ങൾക്കും ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല. ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു. അതുകൊണ്ടാണ് അവർ കരയുന്നത്. ഇത് കേട്ടപ്പോൾ മറ്റൊരു മൃഗം പറയുന്നു, അതെ, ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും? അതെന്താണ് പറയുന്നത്? അതെ, ആന പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ പോയാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നാണ് അതിന്റെ വിഷമം. കുട്ടികളെ, നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? കാടാണ് മൃഗങ്ങളുടെ വീട്. കാട്ടിലെ മരങ്ങളും ചെടികളും മൃഗങ്ങൾക്ക് ഭക്ഷണവും അഭയവും നൽകുന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കാടുകൾ നശിപ്പിക്കരുത്. കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും വേണം. അപ്പോൾ മാത്രമേ മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയൂ. കുട്ടികളെ, 1. ആനയ്ക്ക് എന്തുകൊണ്ടാണ് വിഷമം? കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാത്തതുകൊണ്ടാണ് ആനയ്ക്ക് വിഷമം. 2. മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് കരയുന്നത്? വിശന്നതുകൊണ്ടാണ് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ കരയുന്നത്. 3. നാം കാടുകളെ എങ്ങനെ സംരക്ഷിക്കണം? മരങ്ങൾ വെട്ടാതെ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് കാടുകളെ സംരക്ഷിക്കണം. ഓർക്കാം, കാടാണ് മൃഗങ്ങളുടെ വീട്. കാടുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രകൃതിയെ സ്നേഹിക്കാം, മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. കുട്ടികളെ, ഈ ചിത്രത്തിൽ ആനകൾ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുകയാണ്. അവരുടെ മുഖം നോക്കൂ. എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ഒരാന പറയുന്നത് കേൾക്കൂ. മനുഷ്യരുടെ പരാതി കേട്ടുമടുത്തു. വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു. ഇനിയും എന്തെല്ലാം കേൾക്കണം? ഇതിന്റെ അർത്ഥമെന്താണ്? ആനകൾ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കാൻ പോകുന്നതല്ല. കാട്ടിൽ ഭക്ഷണം കുറയുമ്പോൾ അവർ വിശന്ന് നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആളുകൾ പറയുന്നു, ആന വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു. ഇങ്ങനെ എല്ലാവരും കുറ്റം പറയുന്നത് കേട്ട് ആനകൾക്ക് സങ്കടമാണ്. അപ്പോൾ മറ്റൊരാന പറയുന്നു, നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ. പടക്കമെറിയും, വെടിവെക്കും. ഇതിന്റെ അർത്ഥമെന്താണ്? ആനകൾ നാട്ടിലേക്ക് വന്നാൽ ചിലർ അവയെ ഓടിക്കാൻ പടക്കം പൊട്ടിക്കും. ചിലപ്പോൾ വെടിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് ആനകൾക്കും ഭയമാണ്. കുട്ടികളെ, ആനകൾക്കും നമ്മളെപ്പോലെ വിശക്കും, പേടിയുമുണ്ടാകും. അതിനാൽ നമുക്ക് മൃഗങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കണം. കാടുകൾ സംരക്ഷിച്ചാൽ മൃഗങ്ങൾക്ക് അവിടെ തന്നെ ഭക്ഷണം കിട്ടും. അപ്പോൾ അവ നാട്ടിലേക്ക് വരേണ്ടി വരില്ല. 1. ആനകൾ എന്തുകൊണ്ടാണ് സങ്കടപ്പെടുന്നത്? ഉത്തരം: മനുഷ്യരുടെ പരാതികൾ കേട്ടതുകൊണ്ടാണ് ആനകൾ സങ്കടപ്പെടുന്നത്. 2. ആനകൾ നാട്ടിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: കാട്ടിൽ ഭക്ഷണം കുറവായതുകൊണ്ടാണ് ആനകൾ നാട്ടിലേക്ക് വരുന്നത്. 3. നാട്ടിലേക്ക് വരുമ്പോൾ ആനകൾക്ക് എന്താണ് പേടി? ഉത്തരം: ആളുകൾ പടക്കമെറിയുകയും വെടിവെക്കുകയും ചെയ്യുമോ എന്ന പേടിയാണ്. 4. മൃഗങ്ങളെ സഹായിക്കാൻ നാം എന്തു ചെയ്യണം? ഉത്തരം: കാടുകൾ സംരക്ഷിക്കണം, കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം. ഓർക്കാം, കാടുകൾ സംരക്ഷിക്കുമ്പോൾ മൃഗങ്ങളും മനുഷ്യരും സന്തോഷത്തോടെ ജീവിക്കും. കുട്ടികളെ, ഇനി ഈ ചിത്രത്തിലേക്ക് എല്ലാവരും ഒന്ന് നോക്കൂ. ഇവിടെ ആരെയൊക്കെയാണ് കാണുന്നത്? അതെ, ഒരു എലി, ഒരു കിളി, പിന്നെ ഒരു ആന. അവരെല്ലാവരും എന്തോ സംസാരിക്കുകയാണ്. ആദ്യം എലി എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഞങ്ങൾ കിഴങ്ങും കട്ടയും തിന്നുന്നത്രേ. കുട്ടികളെ, എലി അങ്ങനെ പറയാൻ കാരണമെന്താണെന്നറിയാമോ? എലിക്കും വിശക്കും. വിശക്കുമ്പോൾ ഭക്ഷണം തേടിപ്പോകും. ചിലപ്പോൾ കിഴങ്ങും മറ്റും തിന്നും. അപ്പോൾ മനുഷ്യർ എലി കൃഷി നശിപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് എലിക്ക് വിഷമം. ഇനി കിളി എന്താണ് പറയുന്നതെന്ന് നോക്കാം. കതിര് കൊത്തുന്നു, പഴം മോഷ്ടിക്കുന്നു. ഞങ്ങളെക്കുറിച്ചും പരാതികളുണ്ട്. കുട്ടികളെ, കിളിക്കും വിശക്കില്ലേ? വിശക്കും. വിശക്കുമ്പോൾ നെല്ലും പഴങ്ങളും കഴിക്കും. പക്ഷെ മനുഷ്യർ അതിനെ കുറ്റമായി കാണുന്നു. അതുകൊണ്ടാണ് കിളിയും തന്റെ സങ്കടം പറയുന്നത്. ഇനി ആനയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. നമുക്കും വിശപ്പില്ലേ? അതെന്താരും മനസ്സിലാക്കാത്തത്? കുട്ടികളെ, ഈ ആന പറയുന്നത് ശരിയല്ലേ? നമുക്ക് വിശക്കുന്നതുപോലെ എലിക്കും വിശക്കും, കിളിക്കും വിശക്കും, ആനയ്ക്കും വിശക്കും. ഭക്ഷണം കഴിക്കാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവയെല്ലാം ഭക്ഷണം തേടിപ്പോകുന്നത്. പക്ഷേ കാട്ടിൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതാകുമ്പോൾ അവ നാട്ടിലേക്ക് വരുന്നു.
അപ്പോൾ മനുഷ്യർ അവയെ കുറ്റപ്പെടുത്തുന്നു. അതിനാലാണ് ഇവർക്ക് ഇത്രയും സങ്കടം. കുട്ടികളെ, എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവയ്ക്കും വിശക്കും. അവയ്ക്കും ഭക്ഷണം വേണം. അതുകൊണ്ട് എല്ലാ ജീവികളെയും നമ്മൾ സ്നേഹിക്കണം. അവയെ ഉപദ്രവിക്കാതെ സംരക്ഷിക്കണം. ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം ഇതാണ്. എല്ലാ ജീവികളെയും സ്നേഹിക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാം. എല്ലാവർക്കും ജീവിക്കാൻ അവസരം നൽകാം. വളരെ നന്നായി കുട്ടികളെ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. കുട്ടികളെ, ഈ ഭാഗത്തിൽ ആനകൾ ഒരു നല്ല കാര്യം ചിന്തിക്കുകയാണ്. ആദ്യം ഒരു ആന പറയുന്നത് കേൾക്കാം. മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും? അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ? ഇതിന്റെ അർത്ഥം എന്താണ്? ആന പറയുകയാണ്, മനുഷ്യർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നു. വാഴയും കരിമ്പും ചക്കയും എല്ലാം അവർ വളരെ അധ്വാനിച്ചാണ് വളർത്തുന്നത്. അതിനാൽ അവരെ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ മറ്റൊരു ആന പറയുന്നു, അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നല്ല തടിമിടുക്കില്ലേ? നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം. ഇതിന്റെ അർത്ഥം എന്താണ്? ആനകൾ ശക്തരായ മൃഗങ്ങളാണ്. അവർ വിചാരിക്കുന്നു, നമ്മൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കൃഷി നശിപ്പിക്കാതെ നമുക്ക് വേണ്ട ഭക്ഷണം നമുക്ക് തന്നെ കൃഷി ചെയ്താൽ മതിയല്ലോ. ഇത് കേട്ടപ്പോ എലി വളരെ സന്തോഷത്തോടെ പറയുന്നു, നല്ല ഐഡിയ, നമുക്കും കൃഷി ചെയ്യാം. എല്ലാ മൃഗങ്ങൾക്കും ആ ആശയം ഇഷ്ടപ്പെട്ടു. കുട്ടികളെ, ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കരുത്. സ്വന്തം അധ്വാനത്തിലൂടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കണം. എല്ലാവരുടെയും അധ്വാനത്തെ ബഹുമാനിക്കണം. മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1. മനുഷ്യരെ എന്തുകൊണ്ട് കുറ്റം പറയാൻ പാടില്ല? അവർ അധ്വാനിച്ചാണ് കൃഷി ചെയ്യുന്നതുകൊണ്ട് മനുഷ്യരെ കുറ്റം പറയാൻ പാടില്ല. 2. ആനകൾ എന്ത് തീരുമാനമാണ് എടുത്തത്? നമുക്ക് വേണ്ട ഭക്ഷണം നമുക്ക് തന്നെ കൃഷി ചെയ്യാമെന്ന് ആനകൾ തീരുമാനിച്ചു. 3. ആനയുടെ ആശയം കേട്ടപ്പോൾ എലി എന്തു പറഞ്ഞു? നല്ല ഐഡിയ, നമുക്കും കൃഷി ചെയ്യാം എന്ന് എലി പറഞ്ഞു. 4. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് ലഭിക്കുന്നത്? മറ്റുള്ളവരുടെ അധ്വാനത്തെ ബഹുമാനിക്കണം. സ്വന്തം അധ്വാനത്തിലൂടെ ജീവിക്കാൻ ശ്രമിക്കണം. ഓർക്കാം, അധ്വാനത്തെ ബഹുമാനിക്കാം. പ്രകൃതിയെ സ്നേഹിക്കാം. ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം.